ഹലോ, വെൽക്കം ടു എ ക്വിക്ക് റിവ്യൂ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട്. എന്താ മാച്ച് അല്ലേ, നെഞ്ചിടിപ്പോടെയാണ് ഓരോ പന്തും കണ്ടു തീർത്തത്. ടോസ് കിട്ടി ഇംഗ്ലണ്ട് ഇന്ത്യ ബാറ്റിങ്ങിന് വിടുന്നു. സഞ്ജു സാംസന്റെ ഒരു വെടിക്കെട്ട് ഇന്നിങ്സിന്റെ കാര്യത്തിൽ ഇന്ത്യ 250 മേളിലുള്ള ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു. തിരിച്ച് അവർ ബാറ്റിങ്ങിന് വരുന്നു. വിക്കറ്റ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ജേക്കബ് ബദലിന്റെ ഒരു ഇന്നിങ്സ്, അത് എടുത്തു പറയേണ്ട ഇന്നിങ്സാണ്. ഈ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് കിട്ടിയത് സഞ്ജു സാംസൺ ആണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞ മാൻ ഓഫ് ദ മാച്ച് കൊടുക്കേണ്ടിയിരുന്നത് ജേക്കബ് ബദലിനായിരുന്നു. ബിൽ ജാക്സണുള്ള പാർട്ട്ണർഷിപ്പിൽ തിരിച്ച് മത്സരത്തിലേക്ക് കൊണ്ടുവന്നത് ജേക്കബ് ബദലിൻ്റെ ഇന്നിങ്സ് തന്നെയായിരുന്നു. ഹർദിക് പാണ്ഡ്യയുടെയും ബുംറയുടെയും അവസാന ഓവറുകളാണ് ഇന്ത്യ തിരിച്ച് മത്സരത്തിലേക്ക് കൊണ്ടുവന്നത്. വരുൺ ചക്രവർത്തി കുറച്ച് എക്സ്പെൻസീവാണ്. അത് ഫൈനലിലേക്ക് പോകുമ്പം ഇന്ത്യയുടെ ഒരു തലവേദനയായിരിക്കും. അക്ഷർ പട്ടേലിന് ലാസ്റ്റ് ഓവർ കൊടുക്കാതെ 30 റൺസ് ഉള്ളപ്പോഴത്തേക്കും ശിവൻ ദുബെയ്ക്ക് പന്ത് കൊടുത്തു. അത് ശരിക്കും ഒരു നല്ല മൂവായിരുന്നു. ഞാൻ കുറച്ച് പേടിച്ചു ശിവൻ ദുബെ പന്തെറിയാൻ വന്നപ്പോഴത്തേക്കും. പക്ഷേ ആദ്യത്തെ പന്തുകൾ എറിഞ്ഞ് അതിലൊരു റണ്ണൗട്ടും കിട്ടി. ജേക്കബ് ബദലിൻ്റെ റണ്ണൗട്ട് മത്സരത്തിലൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. ക്രെഡിറ്റ് ഗോസ് ടു ഹാർദിക് പാണ്ഡ്യ. അപ്പോൾ എന്തായാലും ഒരുവിധം സെമി ഫൈനലിലേക്ക് ഒതുക്കി. തലനാരിഴയ്ക്കാണെങ്കിലും ഇന്ത്യ 7 റൺസിന് ജയിച്ചു. ഫൈനലിലേക്കാണ്. ഫൈനലിൽ ഇനി ന്യൂസിലൻഡുമായിട്ടുള്ള അംഗമാണ്. ഫൈനലിലേക്ക് പോകുമ്പം ഏറ്റവും കൂടുതൽ കൺസേൺ അത് വരുൺ ചക്രവർത്തിയുടെ ഫോമിലായിരിക്കും. വിക്കറ്റ് എടുത്തെങ്കിലും 50 റൺസിന് മുകളിൽ, എനിക്ക് 60 റൺസോളം വരുൺ ചക്രവർത്തി കൊടുത്തു. അത് 4 ഓവറിൽ എന്നുള്ളത് ഇന്ത്യയുടെ എന്താ പറയുക, പ്രീമിയം ബോളർ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് ബോളർ എന്ന നിലയ്ക്ക് അത് ഇന്ത്യക്കൊരു കൺസേൺ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.